ഹായ്, നമ്മുടെ അടുത്ത വീഡിയോ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ കുറിച്ചാണ്. നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന ഫുൾ പോർഷൻ കഴിഞ്ഞു. ഇനി ഇൻവേഴ്സിലോട്ട് വരികയാണ്. എന്താണ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്? അപ്പോൾ എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എസ് എന്ന് നമ്മൾ കുറേ ദിവസം കൊണ്ട് നമ്മൾ പറയുകയാണ്. എൽ ഓഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. ദെൻ എഫ് ഓഫ് ടി ഈസ് കോൾഡ് എഫ് ഓഫ് ടി ഈസ് ദ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ്. ഇൻവേഴ്സ് ട്രാൻസ്ഫോം ക്യാപിറ്റൽ എഫ് ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ആണ് എഫ് ഓഫ് ടി. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് ഈസ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് ടി എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ എൽ ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എസ് ഈക്വൽ ടു എഫ് ഓഫ് ടി. നമ്മൾ പഠിച്ച ഫോർമുലാസ് എല്ലാം ഇനി നമുക്ക് തിരിച്ച് പഠിക്കണം, അതിൻ്റെ ഇൻവേഴ്സ് പഠിക്കണം. അപ്പോൾ അടുത്തത് ലീനിയാരിറ്റി പ്രോപ്പർട്ടി. നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ ലീനിയാരിറ്റി പ്രോപ്പർട്ടി പറഞ്ഞതുപോലെ തന്നെയാണ് ഇൻവേഴ്സിലെയും ലീനിയാരിറ്റി പ്രോപ്പർട്ടി. എന്താ? എൽ ഇൻവേഴ്സ് ഓഫ് എ ഇൻറ്റു ക്യാപിറ്റൽ എഫ് ഓഫ് എസ് പ്ലസ് ബി ഇൻറ്റു ക്യാപിറ്റൽ ജി ഓഫ് എസ്. അടുത്ത ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. ദിസ് ഈസ് ഈക്വൽ ടു എ ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് എഫ് ഓഫ് എസ് പ്ലസ് ബി ഇൻറ്റു എൽ ഇൻവേഴ്സ് ഓഫ് ജി ഓഫ് എസ്. അപ്പോൾ ഇത് അടുത്ത ഫോർമുല. ഇനി നമ്മൾ കുറേ ബേസിക്സ് ഫോർമുല നമ്മൾ ആദ്യം ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ പഠിച്ചതുപോലെ ഇൻവേഴ്സിൻ്റെ കുറച്ച് ഫോർമുലാസാണ് ഇനി നമുക്ക് വേണ്ടത്. അതെന്താണെന്ന് നോക്കാം. കുറച്ച് ഫോർമുലാസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, എൽ ഇൻവേഴ്സ് ഓഫ് 1/s. നമ്മൾ പഠിച്ചു എൽ ഇൻവേഴ്സ് ഓഫ് 1/s ഈസ് 1. നമ്മൾ 1ൻ്റെ ഇൻവേഴ്സ്, 1ൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം 1/s എന്ന് പഠിച്ചിട്ടുണ്ട്. നേരെ തിരിച്ചുള്ള ഫോർമുല ഓർത്താൽ മതി. ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1 ഈസ് 1/s. ദെർഫോർ എൽ ഇൻവേഴ്സ് ഓഫ് 1/s ഈസ് 1. നെക്സ്റ്റ് നോക്കിയേ, എൽ ഇൻവേഴ്സ് ഓഫ് 1/s². 1/s²ൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ടി ആണ്. ടിയുടെ ട്രാൻസ്ഫോം 1/s² ആണ്. സോ 1/s²ൻ്റെ ഇൻവേഴ്സ് എന്താ? ടി. നെക്സ്റ്റ് എൽ ഇൻവേഴ്സ് ഓഫ് 1/s റൈസ് ടു n പ്ലസ് 1 ഇസ് ഈക്വൽ ടു ടി റൈസ് ടു n/n ഫാക്ടോറിയൽ. നമ്മൾ എൽ ഓഫ് ടി റൈസ് ടു എൻ പഠിച്ച എന്താ? എൻ ഫാക്ടോറിയൽ ബൈ എസ് റൈസ് ടു എൻ പ്ലസ് 1. അപ്പോൾ ആ എൻ ഫാക്ടോറിയൽ ഇങ്ങോട്ട് വന്നു. എൽ ഇൻവേഴ്സ് ഓഫ് 1/s റൈസ് ടു എൻ പ്ലസ് 1 ഈസ് ടി റൈസ് ടു എൻ ബൈ എൻ ഫാക്ടോറിയൽ. നെക്സ്റ്റ് വൺ, എൽ ഇൻവേഴ്സ് ഓഫ് 1/s മൈനസ് എ. ഇത് സിമ്പിളാണ് ഓർക്കാൻ. 1/s മൈനസ് എ എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മുടെ മനസ്സിൽ ഓടി വരും ഇ റൈസ് ടു എ ടി. സോ ഇ റൈസ് ടു എ ടി. നെക്സ്റ്റ് വൺ, എൽ ഇൻവേഴ്സ് ഓഫ് 1/s പ്ലസ് എ, ദാറ്റ് ഈസ് ഇ റൈസ് ടു മൈനസ് എ ടി. അടുത്ത് നോക്കിയേ, എൽ ഇൻവേഴ്സ് ഓഫ് s/s² പ്ലസ് a². ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് കോസ് എ ടിയുടെ ട്രാൻസ്ഫോം ആണ്. അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് കോസ് എ ടി ആണ്. നെക്സ്റ്റ് വൺ, എൽ ഇൻവേഴ്സ് ഓഫ് 1/s² പ്ലസ് a². ഇതിൽ a/s² പ്ലസ് a² ഏതിൻ്റെ ട്രാൻസ്ഫോം ആണ്? സൈൻ എ ടിയുടെ ട്രാൻസ്ഫോം ആണ്. അപ്പോൾ 1/s² പ്ലസ് a²ൻ്റെ ഇൻവേഴ്സ് സൈൻ എ ടി ബൈ എ. എ ഇങ്ങോട്ട് വരെയാണ് സൈൻ എ ടി ബൈ എ. നെക്സ്റ്റ് എൽ ഇൻവേഴ്സ് ഓഫ് s/s² മൈനസ് a², ദാറ്റ് ഈസ് കോസ് എച്ച് എ ടി. ഓൾസോ എൽ ഇൻവേഴ്സ് ഓഫ് 1/s² മൈനസ് a² ഈസ് സൈൻ എച്ച് എ ടി ബൈ എ. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം നന്നായിട്ട് പഠിച്ചിരുന്നാൽ നമുക്ക് ഇൻവേഴ്സ് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ട്രാൻസ്ഫോം ഓർത്താൽ മതി. അതിൻ്റെ ഇൻവേഴ്സ് നമുക്ക് ഫോർമുല പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ വലിയ പ്രയാസമൊന്നുമില്ല. ഇൻവേഴ്സ് ഫോർമുല നമുക്ക് ബൈ ഹാർട്ട് ചെയ്യാൻ. ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഫോർമുല നന്നായിട്ട് പഠിച്ചവർക്ക് ഇത് എളുപ്പമായിരിക്കും. ഇനി എന്താ? ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഓഫ് ഇൻവേഴ്സ് ട്രാൻസ്ഫോം. അപ്പോൾ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി, ഫസ്റ്റ് ഷിഫ്റ്റിംഗ് തിയറം എന്ന് പറയുമ്പോൾ നമുക്ക് ഉടനെ മനസ്സിൽ ഓടി വരുന്നത് എൽ ഓഫ് ഇ റൈസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എസ് മൈനസ് എ. അപ്പോൾ അത് തന്നെയാണ് ഇ റൈസ് ടു മൈനസ് എ ടി ഇൻറ്റു എഫ് ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം എഫ് ഓഫ് എസ് മൈനസ് എ ആണെങ്കിൽ എൽ ഇൻവേഴ്സ് ഓഫ് ദിസ് എഫ് ഓഫ് എസ് മൈനസ് എ ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു എ ടി ഇൻറ്റു എഫ് ഓഫ് ടി. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഫോർമുലാസ് ഒക്കെ സിമ്പിളാണ്. നമുക്ക് ട്രാൻസ്ഫോമിൻ്റെ ഫോർമുല പഠിച്ച ഒരു കുട്ടിക്ക് ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഫോർമുല പഠിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. നമുക്ക് തന്നെ നമ്മളത് വന്നോളും നമ്മുടെ മനസ്സിലോട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 1/s² പ്ലസ് 6s പ്ലസ് 18. ഈ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ട്രാൻസ്ഫോം കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. എൽ ഇൻവേഴ്സ് ഓഫ് 1/s² പ്ലസ് 6s പ്ലസ് 18. അപ്പോൾ നമുക്ക് ഫോർമുലാസ് നമ്മളൊന്ന് ഓർക്കുക. എൽ ഇൻവേഴ്സിൻ്റെ ഫോർമുല, നമ്മൾ ഇൻവേഴ്സ് ട്രാൻസ്ഫോമിൻ്റെ ഫോർമുല, ഇങ്ങനെ ഒരു ഡിനോമിനേറ്റർ വരുന്നൊരു ഫോർമുല നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നമ്മുടെ മനസ്സിൽ ഇല്ല എന്ന ആൻസറാണ് വരുന്നത്. കാരണം s² പ്ലസ് a² എന്ന് വന്നാൽ നമുക്ക് ചെയ്യാം. എസ് പ്ലസ് എ എന്ന് വന്നാൽ ചെയ്യാം. അല്ലെങ്കിൽ എസ് മാത്രം വന്നാൽ s² s³ അങ്ങനെയൊക്കെ വന്നാൽ ചെയ്യാം. ഈ ഒരു ടൈപ്പ് പോളിനോമിയൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് അറിയുന്ന ഒരു ഫോമിലോട്ട് നമുക്ക് ഇതിനെ മാറ്റണം. അപ്പോൾ അത് എന്താ ചെയ്യേണ്ടത് നോക്കാം നമുക്ക്. 1/s² പ്ലസ് 6s പ്ലസ് 18 ഈസ് ഈക്വൽ ടു, ഞാനിതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ പോവാണ്. നമുക്കറിയാം, നിങ്ങൾക്ക് എല്ലാം അറിയാം. കംപ്ലീറ്റിംഗ് ദ സ്ക്വയേഴ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. സോ a² പ്ലസ് 6s എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ എസിൻ്റെ കോഎഫിഷ്യൻറ്റ് 6 ആണ്. അതിൻ്റെ ഹാഫ് 3, അതിൻ്റെ സ്ക്വയർ നമ്മൾ ആഡ് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു. സോ പ്ലസ് 9 മൈനസ് 9 പ്ലസ് 18. സോ ദിസ് ഈസ് ഈക്വൽ ടു 1/ ഇത്രയും നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ ആണ്. എസ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ അല്ലേ? s² പ്ലസ് 6x പ്ലസ് 9 എന്ന് പറഞ്ഞാൽ s പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ ആണ്. മൈനസ് 9 പ്ലസ് 18 ഈസ് പ്ലസ് 9. So this is equal to 1 by
എസ് പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എന്ന് എഴുതാം. ഇത് നമ്മൾ എവിടെയോ കണ്ടിട്ടുണ്ട്. ഇത് നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ചെയ്തപ്പോൾ നമുക്കിതിൻ്റെ ഇത് ഈ 3 ഇല്ലാതെ വന്നാൽ 1/s² പ്ലസ് 3 സ്ക്വയർ എന്ന് വന്നാൽ നമുക്കറിയാം അതിൻ്റെ ട്രാൻസ്ഫോം എന്താ, അത് എന്തിൻ്റെ ഇൻവേഴ്സാണ്? sin 3t/3യുടേത്. 1/s² പ്ലസ് 3 സ്ക്വയർ നമ്മൾ എഴുതുന്നു. നമ്മളിപ്പോൾ sin 3t, എല്ലോ sin 3t എന്ന് പറഞ്ഞാൽ 3/s² പ്ലസ് 3 സ്ക്വയർ ആണ് അല്ലേ? അപ്പോൾ L ഇൻവേഴ്സ് ഓഫ് 3/s² പ്ലസ് 3 സ്ക്വയർ ഈസ് ഈക്വൽ ടു sin 3t ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 1 എന്നാണ് വന്നിരിക്കുന്നത്. ഇത് നിങ്ങളൊന്ന് ആദ്യം നോക്കണ്ട. s പ്ലസ് 3 അവിടെ ഇരുന്നോട്ടെ. നമ്മൾ പ്ലസ് 3 ഇല്ല എങ്കിൽ 1/s² പ്ലസ് 3 സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ L ഇൻവേഴ്സ് ഓഫ് 1/s² പ്ലസ് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? sin 3t ഡിവൈഡഡ് ബൈ 3 ആണ്. ഓക്കെ, പക്ഷേ ഇതിനകത്തൊരു പ്ലസ് 3യും കൂടെ വന്നിരിക്കുകയാണ്. ഈ പ്ലസ് 3 വരുന്നത് എപ്പോഴാണ്? നമ്മളിങ്ങനെ ഒരു ട്രാൻസ്ഫോം നമ്മളിങ്ങനെ എഴുതുന്നു. sin 3t, എല്ലോ sin 3t = 3/s² പ്ലസ് 3 സ്ക്വയർ. ഇനി എസ് എല്ലാം എസ് പ്ലസ് 3 ആകുന്നത് എപ്പോഴാണ്? എസ് എല്ലാം എസ് പ്ലസ് 3 ആകുന്നത് ഷിഫ്റ്റിംഗ് തിയറം വരുമ്പോഴാണ് അല്ലേ? ഷിഫ്റ്റിംഗ് തിയറത്തിലാണ് നമ്മൾ എന്താ എസ് പ്ലസ് 3 വരുന്നത് എപ്പോഴാണ്? e⁻−3t എന്ന് പറയുമ്പോൾ എസ് എല്ലാം എസ് പ്ലസ് 3 ആകുന്നു. അപ്പോൾ ഇതിനെ നമുക്ക് ഈ 3യെ നമുക്ക് ഇവിടുന്ന് മാറ്റിയാൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? നൗ L ഇൻവേഴ്സ് ഓഫ് 1/s² പ്ലസ് 6s പ്ലസ് 18 ഈസ് ഈക്വൽ ടു L ഇൻവേഴ്സ് ഓഫ് 1/s പ്ലസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് 3. ദിസ് ഈസ് ഈക്വൽ ടു ഈ 3യെ ഇവിടെ നിന്ന് മാറ്റാൻ, ഈ 3യെ മാറ്റണമെങ്കിൽ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഞാനിതിനെ 3യെ മാറ്റാൻ ഇങ്ങനെ എഴുതുന്നു. e⁻−3t വരുമ്പോഴാണ് നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ എസ് എല്ലാം എസ് പ്ലസ് 3 ആകുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യാണ്. e⁻−3t എഴുതി. അപ്പോൾ ഇനി ഇതിനെ എങ്ങനെ എഴുതാം? L ഇൻവേഴ്സ് ഓഫ് 1/s² പ്ലസ് 3 സ്ക്വയർ എന്നെഴുതാം. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു e⁻−3t ഇൻറ്റു ഇതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താ? sin 3t/3 ആണ്. sin 3t ഡിവൈഡഡ് ബൈ 3. സോ ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. അപ്പോൾ എസ് പ്ലസ് 3, എസ് പ്ലസ് എ അല്ലെങ്കിൽ s-a എന്ന ഫോമിൽ ഇങ്ങനെ വരികയാണെങ്കിൽ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടിയാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഈ 3യെ നമ്മൾ പുറത്തെടുത്തത് ഇങ്ങനെയാണ്, e⁻−3t. ഇത് 1-2 പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും. ഇൻറ്റു L ഇൻവേഴ്സ് ഓഫ് ഇത് പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ ആക്കി, പിന്നെ നമ്മൾ ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് e⁻−3 ആ 3യെ നമ്മൾ പുറത്തോട്ട് കൊണ്ടുപോയി പിന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ sin 3t/3 എന്ന ഫോമുല അപ്ലൈ ചെയ്യാൻ പറ്റി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഇൻവേഴ്സ് ട്രാൻസ്ഫോം ഓഫ് 3s പ്ലസ് 5 ഡിവൈഡഡ് ബൈ s² പ്ലസ് s-6. അപ്പോൾ ഇവിടെയും നമുക്ക് ഡിനോമിനേറ്റർ s² പ്ലസ് s-6 എന്നാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്കതിനെ എന്തെങ്കിലും ഒന്ന് ചെയ്ത് നമ്മുടെ ഫോമുലയിലോട്ട് മാറ്റണം. നമുക്ക് അറിയാവുന്ന ഫോമുലയിലോട്ട് മാറ്റണം. അപ്പോൾ നമുക്കതെന്താണെന്ന് നോക്കാം. ഹിയർ 3s പ്ലസ് 5 ഡിവൈഡഡ് ബൈ s² പ്ലസ് s-6 ഈസ് ഈക്വൽ ടു 3s പ്ലസ് 5 ഡിവൈഡഡ് ബൈ, നമ്മളത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ, പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിനെ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുമോ, ഇതാണ് നോക്കേണ്ടത്. അപ്പോൾ s² പ്ലസ് s-6 ആണ്. ഇതിനെ ഫാക്ടേഴ്സ് ആക്കാൻ പറ്റുമോ? ഈ ഒരു പോളിനോമിയലിൽ നമുക്ക് ഫാക്ടേഴ്സ് ആക്കാൻ പറ്റും. ഇതിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -6ഉം ആഡ് ചെയ്യുമ്പോൾ 1ഉം വരുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? s പ്ലസ് 3 ഇൻറ്റു s-2. കണ്ടില്ലേ? ഇതിനെ ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യണം. നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ ഡിനോമിനേറ്റർ s പ്ലസ് 3 ഇൻറ്റു s-2 എന്ന ഫോം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കത് കിട്ടുന്നുണ്ട്. s² പ്ലസ് 3s-2s ദാറ്റ് ഈസ് പ്ലസ് s പ്ലസ് 3 ഇൻറ്റു -2 ഈസ് -6 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഫാക്ടറൈസ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിത് ഫാക്ടറൈസ് ചെയ്ത് വെച്ചു. ഇനി നമുക്കിത് ഫോമുല അപ്ലൈ ചെയ്യാമോ? ഇനി ഡയറക്റ്റ്ലി L ഇൻവേഴ്സ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, കാരണം ഇവിടെ 2 ലീനിയർ ഫാക്ടേഴ്സ് കിടക്കുകയാണ്. ഒരു ലീനിയർ ഫാക്ടർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഫോമുല 1/s പ്ലസ് a അല്ലെങ്കിൽ 1/s-a എന്ന ഫോമിൽ വന്നാൽ മാത്രമേ നമുക്ക് ഇതിനകത്തോട്ട് ഇൻവേഴ്സ് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമുക്കിനി അത് സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ വരുന്ന നമ്മൾ ഒറ്റ ടേമായിട്ട് ഓരോ ഫാക്ടേഴ്സായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് +2-ന് എന്താ ചെയ്യേണ്ടത്? പാർഷ്യൽ ഫ്രാക്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ചെയ്യാൻ പോവാണ്. നൗ 3s പ്ലസ് 5 ഡിവൈഡഡ് ബൈ s പ്ലസ് 3 ഇൻറ്റു s-2 ഈസ് ഈക്വൽ ടു, ഇത് ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ആണ് അല്ലേ? ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ആണ്, ലീനിയർ ഫാക്ടേഴ്സ് ആണ്. അപ്പോൾ ഇത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? a ബൈ s പ്ലസ് 3
പ്ലസ് ബി ബൈ എസ് മൈനസ് 2 ഫാക്ടറൈസ് ചെയ്യുന്നു. നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂസ് കാരണം എങ്ങനെയാണ് നമ്മൾ എസ് പ്ലസ് 3 ഇൻറ്റു എസ് മൈനസ് 2 കൊണ്ട് ഹോൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ വി ഗെറ്റ് 3s പ്ലസ് 5 ഈസ് ഈക്വൽ ടു ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ഇൻറ്റു എസ് മൈനസ് 2 പ്ലസ് ഈ ടേമിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ബി ഇൻറ്റു എസ് പ്ലസ് 3 അല്ലേ, ഇങ്ങനെയല്ലേ വരുന്നത്. എസ് പ്ലസ് 3 ഇൻറ്റു എസ് മൈനസ് 2 എന്ന ഡിനോമിനേറ്റർ കൊണ്ട് നമ്മൾ ഓരോ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിനോമിനേറ്റർ കംപ്ലീറ്റ്ലി വാനിഷ് ആവും. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഉള്ള ടേം അങ്ങ് പോവും, ബാക്കിയുള്ള ടേം ന്യൂമറേറ്ററിൽ വരും. അതുപോലെ ഇവിടെയും ഈ ടേം പോയി, ഇവിടെ ബാക്കിയുള്ള ടേം ന്യൂമറേറ്ററിൽ വന്നു. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, പുതിയ കാര്യമല്ല. പാർഷ്യൽ ഫ്രാക്ഷൻ എല്ലാം എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. ഇനി നമുക്ക് എയും ബിയും വാല്യൂസ് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്? അപ്പോൾ ഓരോന്നും 0 ആക്കി കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ എസിന് 2 കൊടുത്താൽ ഇതങ്ങ് പോകും, നമുക്ക് ബി കണ്ടുപിടിക്കാൻ പറ്റും. സോ പുട്ട് എസ് ഈക്വൽ ടു 2. എസ് ഈക്വൽ ടു 2 കൊടുത്താൽ ഇവിടെ എന്താ വരിക? 6 അല്ലേ. 6 പ്ലസ് 5 ദാറ്റ് ഈസ് 11. 11 is equal to, this term vanishes, 2 minus 2 becomes 0. Here 2 plus 3 is equal to 5. 5b. Therefore b is equal to 11 by 5. b കിട്ടി. ഇനി എ നോക്കാം. എ കിട്ടണമെങ്കിൽ എന്ത് വരണം? ഇത് 0 ആക്കണം. ഇത് 0 ആക്കണമെങ്കിൽ എസിന് -3 കൊടുക്കണം. പുട്ട് എസ് ഈസ് ഈക്വൽ ടു -3. -3 കൊടുക്കുമ്പോൾ എന്താ വരിക? -3 ഇൻറ്റു 3 ദാറ്റ് ഈസ് -9 പ്ലസ് 5 -4 അല്ലേ. -4 ഈസ് ഈക്വൽ ടു, this becomes -3 minus 2. -3 minus 2 is -5. -5a. Therefore, a is equal to 4 by 5. So, b is equal to 11 by 5 and a is equal to 4 by 5. നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻവേഴ്സ് ട്രാൻസ്ഫോം അപ്ലൈ ചെയ്യാം. Therefore, 3s plus 5 by s plus 3 into s minus 2 is equal to, എയുടെ വാല്യൂ എന്താ കിട്ടിയത്? 4 by 5. 4 by 5 by s plus 3 plus b is 11 by 5 divided by s minus 2. ഇനി നമുക്ക് ഇൻവേഴ്സ് അപ്ലൈ ചെയ്യാം. Now L inverse of 3s plus 5 divided by, ഞാനിതിനെ പഴയ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നെ എഴുതുകയാണ്. ഇത് നമ്മൾ ഫാക്ടറൈസ് ചെയ്ത് വെച്ചതാണ്. ഞാൻ തിരിച്ചു പോവുകയാണ്. എസ് സ്ക്വയർ പ്ലസ് എസ് മൈനസ് 6 ഈസ് ഈക്വൽ ടു 4 by 5 കോൺസ്റ്റൻ്റ് ആണ്. ലീനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ 4 by 5 പുറത്തെടുക്കാം. L inverse of 1 by s plus 3 plus 11 by 5 into L inverse of 1 by s minus 2. So this is equal to 4 by 5 into L inverse of 1 by s plus 3. 1 by s plus 3 inverse എന്താ? 1 by s plus a inverse e raised to minus 8t. So this becomes e raised to minus 3t plus 11 by 5 into ഇതെന്താകും? s minus 2 ആണ്. So e raised to 2t. ഇവിടെ നെഗറ്റീവ് വന്നാൽ ഇത് പോസിറ്റീവ്, ഇവിടെ പോസിറ്റീവ് വന്നാൽ ഇവിടെ നെഗറ്റീവ്. ഫോർമുല നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും. സോ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യേണ്ടത്. അപ്പോൾ ഡിനോമിനേറ്റർ ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഫാക്ടറൈസ് ചെയ്തു. പിന്നെ അത് ഒരുമിച്ചിരുന്നാൽ പറ്റത്തില്ല. അതിനെ 2 ടേംസ് ആക്കുക. അതിനുവേണ്ടി നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷനിലോട്ട് പോയി എ ബി വാല്യൂസ് കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ ഇൻവേഴ്സ് അപ്ലൈ ചെയ്തു. ഓക്കെ, താങ്ക് യു. അടുത്ത 2 കുഞ്ഞു പ്രോബ്ലംസ് കൂടെ ഞാൻ എഴുതിയിരിക്കുകയാണ്. ഫസ്റ്റ് വൺ, L ഇൻവേഴ്സ് ഓഫ് 3s plus 2 by s square plus 9. ഇതാദ്യം നമുക്ക് ചെയ്ത് നോക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. L inverse of 3s plus 2 divided by s square plus 9. അപ്പോൾ ഡിനോമിനേറ്റർ കാണുമ്പോൾ തന്നെ നമുക്കറിയാം എന്നുള്ള ഫോർമുലയാണ് എന്ന് നമുക്കറിയാം. എസ് സ്ക്വയർ പ്ലസ് 9 എന്ന് പറയുമ്പോൾ എസ് സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ആണ്. എസ് സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ വരുമ്പോൾ ഒന്നുകിൽ സൈൻ ആവാം അല്ലെങ്കിൽ കോസ് ആവാം എന്നുള്ളത് അറിയാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ന്യൂമറേറ്റർ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. ദിസ് ഈസ് ഈക്വൽ ടു 3, ആദ്യത്തെ ടേം 3 കോൺസ്റ്റൻ്റ് ആണ്. 3 പുറത്തെടുത്താൽ L ഇൻവേഴ്സ് ഓഫ് s by s സ്ക്വയർ പ്ലസ് 9 അല്ലേ. s by s square plus 9 plus 2 into L inverse of 1 by s square plus 9 എന്ന് സ്പ്ലിറ്റ് ചെയ്തു. കണ്ടില്ലേ, ഈ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്ററിനെ നമ്മൾ രണ്ട് ടേംസ് ആയിട്ട് ഇവിടെ നമ്മളിതിനെ 2 ടേംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. 3s by s square plus 9 plus 2 by s square plus 9. അതിൽ 3 കോൺസ്റ്റൻ്റ് ആയത് കാരണം 3 പുറത്തെടുത്തു. L inverse of s by s square plus 9 plus 2 into L inverse of 1 by s square plus 9. So this is equal to 3 into ഇതെന്താ, ഇതിൻ്റെ ട്രാൻസ്ഫോം ഒറ്റ നോട്ടത്തിൽ അറിയാം. എന്താ? cos 3t അല്ലേ. അപ്പോൾ നമ്മൾ എഴുതാം cos 3t പ്ലസ് 2 ഇൻറ്റു ഇതെന്താ 1 by s square plus 9 വന്നിരിക്കുകയാണ്. സോ a by s square plus a square is sin 8t. അപ്പോൾ എയുടെ കുറവ് ഇവിടെ ഉണ്ട്. എയുടെ വാല്യൂ 3 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? sin 3t ഡിവൈഡഡ് ബൈ 3. അപ്പോൾ ഇത്രയേ ഉള്ളൂ. 3 cos 3t പ്ലസ് 2 by 3 sin 3t.
അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. ചെറിയ പ്രോബ്ലമാണ്. അതുപോലെ അടുത്തൊരു ചെറിയ പ്രോബ്ലം, L ഇൻവേഴ്സ് ഓഫ് 3/s - 2 the whole raised to 5. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് മനസ്സിലായി, ഇത് റബ് ചെയ്യാണ്. അടുത്ത പ്രോബ്ലം ഇത്. ഇവിടെയും 3 is a constant. This is equal to 3 പുറത്തെടുത്തു. L ഇൻവേഴ്സ് ഓഫ് 1/s - 2 the whole raised to 5. അപ്പോൾ ഇതിന് നമുക്കൊരു ഫോർമുല നമുക്കില്ല. s⁵5 ആണെങ്കിൽ നമുക്കറിയാം. അപ്പോൾ ഇതെന്ത് പ്രോപ്പർട്ടിയാണെന്ന് ഉടനെ മനസ്സിൽ വരണം. എസ്സിനെ s-2 കൊണ്ട് റീപ്ലേസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആ 2നെ അവിടെ നിന്ന് പോകണം, -2 അവിടെ നിന്ന് പോകണം. അപ്പോൾ അതെന്താ, L ഇൻവേഴ്സ് ഫസ്റ്റ് ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ 3 × e⁻² എന്ത് വരും? ഇവിടെ s-2 ആണ്. അപ്പോൾ e⁻²t വരണം. ഇവിടെ പ്ലസ് ആണെങ്കിൽ നമ്മൾ മൈനസ് കൊടുക്കും. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഈ -2നെ കളഞ്ഞു. സോ ഇൻറ്റു L ഇൻവേഴ്സ് ഓഫ് 1/s⁵5 s⁻n+1 1/s⁻n+1 1/s⁻n+1 എന്താ? L ഇൻവേഴ്സ് ഓഫ് 1/s⁻n+1 നമ്മൾ നേരത്തെ എഴുതി ഫോർമുല. 1/s⁻n+1 ഈസ് t⁻n/n ഫാക്ടോറിയൽ. ഇതാണ് ആ ഫോർമുല. അപ്പോൾ ഇവിടെ എന്ത് വരും? t⁻n. ഇത് n+1 ആണ്. 5 എന്ന് പറഞ്ഞാൽ n+1. സോ n ഈസ് ഈക്വൽ ടു 4. സോ t⁻4/4 ഫാക്ടോറിയൽ. സോ ദിസ് ഈസ് ഈക്വൽ ടു 3 × e⁻²t × t⁻4 ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ. 4 ഫാക്ടോറിയൽ എന്താണെന്ന് നമുക്കറിയാം, 24 അല്ലേ? 1 × 2 × 3 × 4 ദാറ്റ് ഈസ് 24. അപ്പോൾ 24 ഇവിടെ കട്ടായി, എന്ത് വരും? 8. സോ e⁻²t × t⁻4/8. സോ ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ സിമ്പിൾ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്തു ഇൻവേഴ്സിൽ. ഇനി നമുക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് അടുത്ത വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു.